नमस्ते प्यारे बच्चों, सबका स्वागत। ഹുസൈന, എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ വായിച്ചോ? ചെയ്യാൻ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്തല്ലോ? എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്? അതിലൂടെ നമുക്കൊന്ന് കടന്നാലോ? पाठ का नाम क्या? पाठ का नाम पुल बनी थी मां। किसने लिखा? नरेंद्र पुंडरीक। नरेंद्र पुंडरीक कौन थे? हिंदी के विख्यात कवि। हिंदी के विख्यात कवि नरेंद्र पुंडरीक जी लिखी हुई कविता है पुल बनी थी मां. ആമുഖമായിട്ട് പറയേണ്ട കാര്യം എല്ലാവരുടെയും മനസ്സിലേക്ക് കയറിയല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട രണ്ട് പാരഗ്രാഫിലൂടെ നമുക്കൊന്ന് വേഗത്തിൽ പോകാം. पुल किसका प्रतीक है? माम का। क्यों? पुल दोनों किनारों को आपस जोड़ता है। पुल दोनों किनारों को आपस जोड़ता है। यह है पुल का विशेषता. എന്തുകൊണ്ടാണ് പാലം അമ്മയുടെ പ്രതീകമാകാനുണ്ടായ കാരണം? ഇസ്കാ കാരൺ ക്യാ? അത് നമ്മൾ കണ്ടു അല്ലേ? എന്താണ്? മാം बच्चों को आपस जोड़ने वाली कड़ी रही. मां बच्चों को आपस जोड़ने वाली कड़ी रही. പരസ്പരം അമ്മ കുടുംബത്തിലെ അംഗങ്ങളെ പരസ്പരം യോജിപ്പിച്ച കണ്ണിയായിരുന്നു അല്ലേ? നമ്മൾ കണ്ടത് അതാണ്. ഇനി നമ്മൾ അതിന് താഴേക്ക് കണ്ടത് എന്താണ്? മറ്റൊരു പ്രതീകം പറഞ്ഞു. എന്തായിരുന്നു ആ പ്രതീകം? റെയിൽഗാഡി. റെയിൽഗാഡി കിസ്കാ പ്രതീക്? ബच्चों की जिंदगी का. ക്യോ? എന്തുകൊണ്ടാണ്? അമ്മയാവുന്ന പാലത്തിലൂടെ കുട്ടികളുടെ ജീവിതമാവുന്ന തീവണ്ടി യാതൊരു തടസ്സവും കൂടാതെ അമ്മ കൊണ്ടുപോയി. അതാണ് നമ്മൾ കണ്ടത് അല്ലേ? അത് നമ്മൾ എങ്ങനെയാ കണ്ടത്? माम रूपी पुल से बच्चों की जिंदगी रूपी रेलगाड़ी बेधड़क चलती रही. माम रूपी पुल से बच्चों की जिंदगी रूपी रेलगाड़ी बेधड़क चलती रही. അത്രയും നമ്മൾ കണ്ടു. ഇനി നമ്മൾ അതിന്റെ താഴേക്ക് പോയപ്പോ എന്താ കണ്ടത്? അച്ഛന്റെ മരണശേഷം അമ്മ കുട്ടികൾക്ക് ദൃഢമായ പാലമായിരുന്നു അല്ലേ? പിതാക്കി മൃത്യു കെ ബാദ് മാം बच्चों की जिंदगी में पुल बनी रही. പിന്നെ അടുത്തത് കണ്ടതോ? അമ്മ മെല്ലെ മെല്ലെ ദുർബലയായി. മാനസികവും ശാരീരികവുമായി അമ്മ ദുർബലയായി അല്ലേ? അത് നമ്മൾ എങ്ങനെ കണ്ടു? മാം ധീരെ ധീരെ ടൂട്ടി. अर्थात माम धीरे धीरे दुर्बल हो गई. माम शारीरिक और मानसिक रूप से दुर्बल होने लगी. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്നലെ കേട്ടു നിർത്തിയ കവിതയുടെ ബാക്കി ഭാഗം ശ്രദ്ധയോടെ നിങ്ങളൊന്ന് കേൾക്കുക.
കേൾക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളും ഒപ്പം വായിക്കണം. വായിക്കുന്ന കൂട്ടത്തിൽ അറിയാത്ത വാക്കുകളുടെ അർത്ഥം വരച്ചിടണം. എന്നിട്ട് അർത്ഥം പറയുമ്പോൾ നിങ്ങൾ അർത്ഥം എഴുതണം. കവിത ശ്രദ്ധയോടെ നിങ്ങളൊന്ന് കേൾക്കുക. माँ के बार बार कहने को हम मान कर चलते रहे, उसके बूटे होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ, धीरे धीरे टूटती रही माँ। हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना। जब तक जीवित रही माँ हम बदलते रहे अपने कंधे, जब तक जीवित रही माँ हम बदलते रहे अपने कंधे। माँ आखिर माँ ही तो है, माँ आखिर माँ ही तो है, बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, हमारे कंधों से उतर गई माँ। माँ के कंधों से उतरते उतर गए हमारे कंधे, उतर गए हमारे। എല്ലാവരും കവിത ശ്രദ്ധയോടെ കേട്ടല്ലോ. അറിയാത്ത വാക്കുകളുടെ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. നിങ്ങൾ അടിയിൽ വരച്ചിട്ടുണ്ടല്ലോ. देखो आदत, आदत का अर्थ स्वभाव, आदत इसका अर्थ स्वभाव, स्वभाव। आवाज, आवाज का अर्थ शब्दम, शब्दम। हाथों हाथ रखना, संरक्षिക്കുക, संरक्षण करना, संभालना, संरक्षण करना। और महसूस करना, महसूस करना अनुभव करना, തോന്നുക। വൃക്ഷഭ് കന്ധ ശക്തമായ ചുമൽ അല്ലെങ്കിൽ ശക്തമായ തോൾ। ഭാരി ഹോന इसका अर्थ ഭാരമുള്ളതാവുക। ആഖിർ അവസാനം। കന്ധ ബദൽന इसका अर्थ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക। കന്ധ ബദൽന का अर्थ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക। കന്തോം സേ ഉധർന മർജാന മരിച്ചു പോവുക। അർത്ഥം എഴുതിയല്ലോ. ഇനി നമുക്ക് കവിതയുടെ ആശയത്തിലേക്ക് ഒന്ന് കടക്കാം, അല്ലെങ്കിൽ കവിതയിലേക്ക് നമുക്ക് ഒന്ന് കടക്കാം. കവിത ഇനി പഠിപ്പിക്കാനുള്ളത് ഒന്ന് ശ്രദ്ധയോടെ നമുക്കൊന്നും കൂടി കാണാം. മാം കെ ബാർ ബാർ കഹിനെ കോ ഹം മാൻകർ ചലത്തെ രഹേ, उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ। एक बार सुनिए। माँ के हर कहने को हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ। पहला पंक्ति,
माम के बार बार कगना, इसका अर्थ क्या? बार बार कगना का अर्थ വീണ്ടും വീണ്ടും സംസാരിക്കുക. किसने? माम. माम के बार बार कगने का मतलब, इसका अर्थ एक ही बात बार बार कगना, പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറയുക. അമ്മ ഇപ്പൊ എങ്ങനെയാണ്? പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ മക്കൾ എന്തു മനസ്സിലാക്കി? അതാണ് ഇനി താഴെയുള്ള വരികളിൽ പറയുന്നത്. നോക്കുക, എന്താ അവിടെ താഴെ പറഞ്ഞത്? ഏക് മാൻകർ ഹം മാൻകർ ചലത്തെ രഹേ, उसके बूढ़े होने की आदत और अपनी हर आवाज में, माम के हर आवाज में उसके बूढ़े होने की आदत है. यह मानकर बच्चे जीने लगे. ഒന്നുകൂടി, माम के हर आवाज में उसके बूढ़े होने की आदत है. यह देखकर बच्चों जीने लगे. ഒന്നും കൂടി നമുക്ക് പറയാം. എന്താണ്? അമ്മയുടെ ഓരോ ശബ്ദത്തിലും, അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള സംസാരം മക്കൾ മനസ്സിലാക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് പ്രായമായി, അമ്മ ദുർബലയായി. അതാണ് ഇനി അടുത്തതിലേക്ക് പറയുന്നത്. ധീരെ ധീരെ മാം ധീരെ ധീരെ ടൂട്ടി രഹി, അമ്മ മെല്ലെ മെല്ലെ ദുർബൽ ഹോനെ ലഗി, അമ്മ മെല്ലെ മെല്ലെ ദുർബലയാകാൻ തുടങ്ങി. അപ്പോ ഇവിടെ പറഞ്ഞത് എന്താണ്? അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള സംസാരം അമ്മ ദുർബലയായതിൻ്റെ, അമ്മ വൃദ്ധയായതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി. ഇനിയും അത്രയും നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ പറയാം? അത്രയൊന്ന് നമുക്ക് കാണാം. മാം ഏക് ഹി ബാത് ബാർ ബാർ കഹനെ ലഗി, ये देखकर बच्चे उनके बढ़ते हुए बुढ़ापे का निशान मानकर जीने लगे. उसकी आवाज धीरे धीरे कमजोर और दुर्बल होती रही. एक बात सुनिए. माम एक ही बात बार बार कहने लगी. यह देखकर बच्चे उनके बढ़ते हुए बुढ़ापे का निशान मानकर जीने लगे. उसकी आवाज धीरे धीरे कमजोर और दुर्बल होती रही. അത്രയും കണ്ടല്ലോ. അടുത്ത വരികളിലൂടെ നമുക്കൊന്ന് കടക്കാം. ശ്രദ്ധിക്കുക. ഹാത്തോം ഹാത്ത് രഗത്തി മാം, एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृक्षव कंधों में माम का भारी होना. हाथों हाथ रखती माम, एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृक्षव कंधों में माम का भारी होना. हाथों में हाथ रखना, इसका अर्थ क्या है? संरक्षण करना. किसने किसको संरक्षण? माम ने बच्चे को संरक्षण. അമ്മ ആരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു? മക്കളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. എപ്പ വരെ? മക്കൾ രണ്ടു കാലയിൽ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ എത്തുന്നിടം വരെ അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു. ആര്? മക്കൾ. അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ പഠനകാര്യങ്ങളിലും അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും
കണ്ണുണ്ടായിരുന്നു അമ്മയുടേത്. അങ്ങനെ അമ്മയുടെ സംരക്ഷണത്തിൽ വളർന്നു വന്ന ഞങ്ങൾ ഒരു ദിവസം അമ്മയുടെ സംരക്ഷണം ഏൽക്കേണ്ടി വന്നു. അതാണ് ഇനി താഴേക്ക് പറയുന്നത്. നോക്കുക. ഏക് ദിൻ ഹമാരെ കന്തോ മേം മാം ആ ഗയി. മാം ഏക് ദിൻ ഹമാരെ കന്തോ മേം ആ ഗയി. ഒരു ദിവസം ഞങ്ങളുടെ ചുമലിലേക്ക് അമ്മ വന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ അമ്മയെത്തി, അല്ലെങ്കിൽ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കായി. മാം ഹമാരെ കന്തോമേം ആകെ. അമ്മ ഞങ്ങളുടെ ചുമലുകളിലെത്തി. ഞങ്ങളുടെ ചുമലിലെത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംരക്ഷണത്തിലെത്തി, അല്ലെങ്കിൽ തോളിലെടുത്തു വെച്ചു എന്നല്ല എന്റെ അർത്ഥം. എന്നിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എന്ത് പറ്റി? അപ്പോൾ ഞങ്ങൾക്ക് എന്താ മനസ്സിലായത്? അല്ലെങ്കിൽ കുട്ടികൾ എന്താണ് ചെയ്തത്? നോക്കേ. ധീരെ ധീരെ മഹസൂസ് കർനെ ലഗാ अपने वृक्षभ कंधों में मां का भारी होना. बच्चों को धीरे धीरे महसूस करने लगे. കുട്ടികൾക്ക് മെല്ലെ മെല്ലെ തോന്നാൻ തുടങ്ങി. അപ്പനെ വൃക്ഷഭ് കന്തോ, തങ്ങളുടെ ഉറച്ച ചുമൽ, ശക്തമായ ചുമൽ, സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് അമ്മ ഭാരമാകുന്നതായി തോന്നി. തിരിഞ്ഞല്ലോ. എന്താണ് അവിടെ അതായി പറഞ്ഞത്? മാം ഭാരി ഹോനലക, അമ്മ ഭാരമാകുന്നതായിട്ട് തോന്നി. ഒന്നും കൂടെ നോക്കുക. എന്താണ്? അപ്പനെ വൃക്ഷഭ് കന്തോമേം മാം ഭാരി ഹോനെ ലഗേ. കണ്ടോ? ഞങ്ങളുടെ ഉറച്ച ചുമലുകൾക്ക് അമ്മ ഭാരമാകാൻ തുടങ്ങി. അത്രയും. ഒന്നും കൂടി. എന്താണ് മലയാളത്തിൽ പറഞ്ഞാൽ? അമ്മയുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് ഒരു ദിവസം അമ്മയുടെ സംരക്ഷണം ഏൽക്കേണ്ടി വന്നു. അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ ചുമലിൽ വന്നപ്പോ അമ്മ ഞങ്ങൾക്ക് ഭാരമായി തീർന്നു. അത്രയും നമുക്കൊന്ന് ഹിന്ദിയിൽ കണ്ടാലോ? ബച്ചോം കി ദേഖ്ഭാൽ കർത്തി ആയി മാം, ആഖിർ ബച്ചോം കെ ആശ്രയ में आ गई. बच्चों को अपने सशक्त कंधों में मां भारी होने लगी. बच्चे अपने उत्तरदायित्वों से भागकर जाने लगे. एक बार सुनिए. बच्चों की देखभाल करती आई मां, आखिर बच्चों के आश्रय में आ गई. बच्चों को अपने सशक्त कंधों में मां भारी होने लगी. बच्चे अपने उत्तरदायित्वों से भागकर जाने लगे. ഇനി നമ്മൾ അടുത്ത വരികളിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് അടുത്ത വരികളിലൂടെ കടക്കുമ്പോൾ? ശ്രദ്ധിക്കുക. ജബ് തക് ജീവത് രഹി മാം ഹം ബദൽതേ രഹേ അപ്നെ കന്ധേ. മാം आखिर माम ही तो है, बार बार हमें कंधे बदलते देख हमारे कंधों से उधर गई माम, और माम के कंधों से उधरते ही उधर गए हमारे कंधे. എന്താണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം? ഒന്നും കൂടി ശ്രദ്ധിച്ചേ. ജബ് തക് ജീവത് രഹി മാം, തബ് തക് हम अपने कंधों से माम को बदलते रहे. എന്താർത്ഥം? അമ്മ എപ്പോൾ വരെയാണോ ജീവിച്ചിരുന്നത് അപ്പോൾ വരെ ഞങ്ങൾ അമ്മയെ മാറ്റിക്കൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു വീട്ടിൽ അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാനുള്ള അവസരം ഞങ്ങൾ കൊടുത്തില്ല. പിന്നെ എന്താ ചെയ്തത്? മക്കള് മാറി മാറി അമ്മയെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ ഒരു വീട്ടിൽ തുടർച്ചയായിട്ട് അമ്മ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഭാരമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അമ്മയെ എന്തെടുത്തു? മാറ്റിക്കൊണ്ടേയിരുന്നു.
മാറ്റിക്കൊണ്ടേയിരുന്നു. അല്ലേ? എന്താ പറഞ്ഞത്? മാം ജബ് തക്ക് ജീവത് രഹി തബ് തക്ക് ഹം അപ്പനെ കന്ദേ സേ മാം കോ ബദൽത്തേ രഹേ. അടുത്തതോ ഇനിയും അമ്മ അവസാനം അമ്മയായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? തങ്ങളുടെ അല്ലെങ്കിൽ താൻ എങ്ങനെയാണോ വളർത്തി സംരക്ഷിച്ചു കൊണ്ടുവന്ന എൻ്റെ മക്കൾക്ക് ഞാൻ ഭാരമാണെന്ന് തോന്നിയപ്പോൾ, ഭാരമായി ഇനിയും മക്കളുടെ കൂടെ ജീവിക്കേണ്ടത് ആവശ്യമില്ല, അല്ലെങ്കിൽ മക്കൾക്ക് ഇനിയും ഭാരമാകേണ്ട എന്ന ബോധം ആരിലേക്ക് ജനിച്ചു? അമ്മയിലേക്കുണ്ടായി. अपने कंधों से बार बार बदलते देख मां आखिर हमारे कंधों से उतर गई. എന്താ ഇതിന്റെ അർത്ഥം? ഞങ്ങൾ വീണ്ടും വീണ്ടും അമ്മയെ മാറ്റുന്നത് കണ്ടപ്പോ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോയി. കന്തോം സേ ഉതർ ഗയി, ഇസ്കാ അർത്ഥം മർ ഗയി. അമ്മ മനസ്സുകൊണ്ട് വേദനിച്ച് താൻ തണലായിരുന്ന മക്കൾക്ക് അവർ തണലാകേണ്ട സമയത്ത് തണലാകാതെ വന്നപ്പോ അമ്മ ദുഃഖഭാരത്താൽ എന്തെടുത്തു? മക്കളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോയി. അതാ ഇവിടെ അമ്മയായി തീർന്നെന്ന് പറഞ്ഞത്. അപ്പോൾ മക്കൾക്ക് എന്താ സംഭവിച്ചത്? അതിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് മക്കൾക്ക് സംഭവിച്ചത്? അതിന് അവസാനം പറയുന്നത് മാം കെ കന്തോം സേ ഉദർത്തേ ഹി ഉദർ ഗയേ ഹമാരെ കന്ദ. ഹമാരെ കന്തോം സേ മാം ഉദർത്തേ ഹി ഹമാരാ കന്ദ ഉദർ ഗയി. ഞങ്ങളുടെ ചുമലിൽ നിന്ന് അമ്മ ഇറക്കപ്പെട്ടപ്പോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയപ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അമ്മ എന്നേക്കുമായി ഇല്ലാതായപ്പോ കുനിഞ്ഞു പോയത് ഞങ്ങളുടെ ചുമലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ വില മനസ്സിലായത്. മക്കളെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പ്രായമായ മാതാപിതാക്കൾ നമ്മളുടെ ഒപ്പമുള്ളപ്പോഴാണ് അവരെ സംരക്ഷിക്കേണ്ടത്. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി മരിച്ചു കഴിഞ്ഞതിന് ശേഷം കുറെ ഗുണഗണങ്ങൾ പാടിയത് കൊണ്ട് കാര്യമില്ല. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഇവിടെ കവി പറയുന്നത് എന്താണ്? ഒന്നും കൂടി ശ്രദ്ധിച്ചേ. അത്രയും ഒന്ന് നമുക്ക് ഹിന്ദിയിൽ നോക്കാം. ജബ് തക്ക് മാം ജീവിത് രഖി തബ് തക്ക് ബേटे अपनी जिम्मेदारी एक दूसरे के कंधे पर डालते रखे. जिसके लिए अपनी जीवन व्यय किया उसे आज मां भार बन गई. पर बेटों की इस कठिनाई मां को सक नहीं पाई. वह स्वयं उनके कंधों से उतर गई, मतलब वह मर गई. मां की मृत्यु के बाद बेटे निराश्रय और दुर्बल हो गई. അപ്പോ എന്ത് സംഭവിച്ചു? അമ്മ എന്നേക്കുമായിട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രിയ കുട്ടികളെ, 2 ക്ലാസ്സുകളായിട്ട് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിനോട് ചോദിക്കാൻ മറക്കരുത്. ഈ പാഠത്തിലൂടെ കടന്നുപോയപ്പോൾ ഓരോ പാരഗ്രാഫിൻ്റെയും ഹിന്ദിയിലുള്ള അർത്ഥം ക്ലാസ്സുകൾക്കിടയിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ കവിതയുടെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്ന്, കവി അവർ കവിത കാ പരിചയം. ദൂസര കവിത കാ ആശയം. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാൻ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കഴിയും. ഇനി 2 കാര്യം കൂടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന്, ഭാഷാപര വിശേഷതായെ ഔർ അപ്പന ദൃഷ്ടികോൺ. അവ 2 കൂടി നമുക്കൊന്ന്
കണ്ടതിന് ശേഷം ഈ ക്ലാസ് അവസാനിപ്പിക്കാം. कविता का भाषा प्रयोग, पद प्रयोग, वाक्य घटना, गीतात्मकता, प्रतीकों का प्रयोग आदि आकर्षक है. निस्वार्थ भाव से बेटों को पालती रही माँ बूढ़ी होने पर बोझ समझकर उन्हें वृद्ध सदनों में छोड़ने की युवा पीढ़ियों का बुरा व्यवहार आकर्षक ढंग से प्रस्तुत करने वाली एक कविता हर तरह से बहुत प्रासंगिक और अच्छी है. അപ്പോ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത് ഈ കവിതയുടെ മുഴുവൻ ആസ്വാദനക്കുറിപ്പും നിങ്ങൾ എഴുതി തീർക്കണം. അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കായിട്ട് തരുന്നത്. ഈ പാഠത്തിൽ നിന്ന് വരാവുന്ന മുഴുവൻ ക്വസ്റ്റ്യൻ PDF ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യന്റെ ആൻസറുകളും PDF ആയിട്ട് തരുന്നുണ്ട്. അവ രണ്ടും നിങ്ങൾ എഴുതുക. അപ്പോൾ ഈ 2 ക്ലാസ്സുകളും നന്നായി നിങ്ങൾ ഒന്നും കൂടി കേൾക്കുക, നന്നായി പഠിക്കുക, കൂടുതൽ പുസ്തകത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എല്ലാവർക്കും ഈ പാഠം നന്നായി മനസ്സിലായി എന്ന ചിന്തയോടെ നിർത്തുന്നു. ധന്യവാദം.